Exercise 4.3, question number 2. Find the roots of the quadratic equation given in question 1 above by applying the quadratic formula. Quadratic formula എന്താണ്? X equal to minus b plus or minus root of b square minus 4ac by 2a. The quadratic formula use ചെയ്തിട്ട് question number 1 solve ചെയ്യുക. Okay, അതായത് xന്റെ റൂട്ട്സ് xന്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. First question, 2x square minus 7x plus 3 is equal to 0. First step, a, b and c ന്റെ value note down ചെയ്യാം. a is equal to x square ന്റെ coefficient that is 2. b is equal to x ന്റെ coefficient that is minus 7. And c is equal to constant 3. നമുക്ക് ഒന്നിച്ച് ചെയ്യാതെ നമുക്ക് ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം, കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് b square minus 4ac ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. b square minus 4ac equal to b is equal to minus 7. So b square is minus 7 square minus 4 into a equal to 2 into 3. Minus 7 whole square is 49 plus 49 minus 4 into 2 8 into 3 24. 49 minus 24 is 25. നമ്മൾ നെക്സ്റ്റ് പോർഷൻ മുതലാണ് ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് റൂട്ട്സിന്റെ നാച്ചുറൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. നമുക്ക് ഇവിടെ മുതലേ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് പോവാം. അപ്പൊ ഡിസ്ക്രിമിനന്റ് എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac. ഈ വാല്യൂ ആണ് ഡിസ്ക്രിമിനന്റ് അല്ലെ. അതായത് ഇവിടെ 25 ആണ് ഡിസ്ക്രിമിനന്റ്. അപ്പൊ ഇവിടെ എന്താണ് 25 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ആൻഡ് 25 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ. ദാറ്റ് ഈസ് root of b square minus 4ac equal to root 25 is equal to 5 ആണ്. പെർഫെക്റ്റ് സ്ക്വയർ. സോ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ് ആൻഡ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ റൂട്ട്സിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂന്റെ നാച്ചുറൽ എന്തൊക്കെയായിരിക്കും? റിയൽ ആയിരിക്കും, അൺഈക്വൽ, റിയൽ ആൻഡ് അൺഈക്വൽ റൂട്ട്സ് ആയിരിക്കും. ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമ്മുടെ റൂട്ട്സിന്റെ നാച്ചുറൽ എന്തൊക്കെയായിരിക്കും? റിയൽ ആൻഡ് അൺഈക്വൽ റൂട്ട്സ് ആയിരിക്കും. എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി, ദാറ്റ് ഇസ് മൈനസ് ബി ഈക്വൽ ടു മൈനസ് 7. മൈനസ് ഓഫ് മൈനസ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac is 5. 5 ഡിവൈഡഡ് ബൈ 2 into a. a equal to 2. 2 into 2. That is equal to minus of minus 7, minus into minus plus 7 plus or minus 5 divided by 2 into 2, 4. Okay, next നമുക്ക് split ചെയ്യാം. That is x equal to 7 plus 5 by 4 or x equal to 7 minus 5 by 4 equal to x equal to 7 plus 5 by 4. 7 plus 5 is 12. 12 by 4 is equal to 3 or x equal to 7 minus 5 is 2. 2 by 4 is equal to 1 by 2. Okay, so x equal to 3 comma 1 by 2. So x in the values 3 and 1 by 2 ആണ്. രണ്ടും റിയൽ നമ്പേഴ്സ് ആണ് ആൻഡ് രണ്ടും അൺഈക്വൽ റൂട്ട്സ് ആണ്. ഓക്കെ, or distinct roots ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2x square plus x minus 4 is equal to 0. First a, b and c ന്റെ വാല്യൂ നോട്ട് ഡൗൺ ചെയ്യുക. a is equal to 2, b is equal to 1, x is same as 1x. So b is equal to 1 and c is equal to minus 4. First ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. That is b square minus 4ac equal to b equal to 1. So b square is 1 square minus 4 into a equal to 2 into c equal to minus 4. Equal to 1 square is 1 minus into minus plus 4 into 4 16 into 2 32. So 1 plus 32 is equal to 33. Okay, so discriminant value greater than 0 ആണ്, but it is not a perfect square. 33 എന്ന് പറയുന്നത് perfect square അല്ലല്ലോ. സോ ഈ കേസിൽ റൂട്ട്സിന്റെ നാച്ചുറൽ എന്തായിരിക്കും? റിയൽ, അൺഈക്വൽ ആൻഡ് ഇറാഷണൽ റൂട്ട്സ്.
ഫസ്റ്റ് കേസിൽ ബി സ്ക്വയർ മൈനസ് 4ac പെർഫെക്റ്റ് സ്ക്വയർ ആയപ്പോൾ നമുക്ക് എന്താണ് റാഷണൽ റൂട്ട്സ് ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ അതും കൂടി കൊടുക്കുക ഇവിടെ. ഓക്കെ, നാച്ചുറൽ ഓഫ് റൂട്ട്സിൽ റിയൽ, അൺഈക്വൽ ആൻഡ് റാഷണൽ റൂട്ട്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ കേസിൽ എന്താണ്, ഈ കേസിൽ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ അങ്ങനത്തെ കേസിൽ റിയൽ നമ്പർ ആയിരിക്കും, അൺഈക്വൽ റൂട്ട്സ് ആയിരിക്കും, ബട്ട് റൂട്ട്സ് എന്തായിരിക്കും, ഇറാഷണൽ റൂട്ട്സ് ആയിരിക്കും. ഓക്കെ, x equal to minus b, that is minus b is equal to 1, minus 1 plus or minus root of b square minus 4ac equal to b square minus 4ac equal to 33. So root of b square minus 4ac is root 33. Okay, so minus 1 plus or minus root of b square minus 4ac is root 33 divided by 2a. 2 into a equal to 2. That is equal to minus 1 plus or minus root 33 divided by 2 into 2, 4. Okay, split ചെയ്യാം. That is x equal to minus 1 plus root 33 by 4 or x equal to minus 1 minus root 33 by 4. So irrational roots ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. 4x square plus 4 root 3x plus 3 is equal to 0. First a, b and c ന്റെ വാല്യൂ നോട്ട് ഡൗൺ ചെയ്യുക. a equal to 4, b equal to 4 root 3 and c is equal to 3. Next discriminantന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. That is b square minus 4ac is equal to b. b is equal to 4 root 3. So b square is 4 root 3 whole square minus 4 into a equal to 4 into c equal to 3. That is equal to 4 root 3 whole square. 4 root 3 whole square is equal to 4 square into root 3 whole square. 4 square is 16 into root 3 square is 3. 16 into 3 is 48. Okay. So 4 root 3 whole square is 48 minus 4 into 4, 16 into 3, again 48. 48 minus 48 is 0. നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്, d is equal to 0, ഡിസ്ക്രിമിനന്റ് equal to 0 എന്നാണ് കിട്ടിയത് അല്ലെ. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്തൊക്കെയായിരിക്കും? ഓക്കെ, അപ്പൊ ആ കേസിൽ റൂട്ട്സിന്റെ നാച്ചുറൽ എന്തായിരിക്കും, റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. അതായത് എക്സ് റിയൽ നമ്പർ ആയിരിക്കും ആൻഡ് രണ്ട് എക്സിന്റെ വാല്യൂസ് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാലോ. x equal to minus b, minus b is equal to 4 root 3. 4 root 3 plus or minus root of b square minus 4ac is 0 divided by 2a, that is 2 into a equal to 4. Okay, that is equal to minus 4 root 3 by 2 into 4, 8. Cancel ചെയ്താൽ 2, 1. That is equal to minus root 3 by 2. Okay, so x ന്റെ values എന്താണ്, x equal to minus root 3 by 2, minus root 3 by 2. റിയൽ നമ്പർ ആണ് ആൻഡ് രണ്ട് സൊല്യൂഷനും രണ്ട് റൂട്ട്സും സെയിം ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. 2x square plus x plus 4 is equal to 0. a equal to 2, b equal to 1 and c is equal to 4. First b square minus 4ac is equal to, b is equal to 1, so b square is 1 square minus 4 into a equal to 2 into c equal to 4. That is equal to 1 square is 1 minus 4 into 2, 8. 8 into 4, 32 equal to minus 31. 1 minus 32 is minus 31. ഇവിടെ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ എന്താണ്, മൈനസ് 31. ദാറ്റ് ഇസ് നെഗറ്റീവ് ആണ്, ലെസ് ദാൻ 0 ആണ് അല്ലെ. ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നാച്ചുറൽ ഓഫ് റൂട്ട്സ് എന്തൊക്കെയായിരിക്കും, അൺഈക്വൽ റൂട്ട്സ് ആയിരിക്കും ആൻഡ് റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യൂല. പിന്നെ എന്ത് റൂട്ട്സ് ആയിരിക്കും, ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും. അതായത് റൂട്ട്സ് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ റൂട്ട്സ് ഡു നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാലോ. ഇപ്പൊ ഡിസ്ക്രിമിനന്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ രണ്ട് കേസസ് ഉണ്ട്.
എന്തൊക്കെയാണ്? ഫസ്റ്റ് കേസിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആൻഡ് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ റൂട്ട്സിന്റെ നാച്ചുറൽ എന്തൊക്കെയായിരിക്കും? റിയൽ, അൺഈക്വൽ ആൻഡ് റാഷണൽ റൂട്ട്സ് ആയിരിക്കും അല്ലെ. ഇനി സെക്കൻഡ് കേസ് എന്താണ്? ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ റൂട്ട്സിന്റെ നാച്ചുറൽ എന്തൊക്കെയായിരിക്കും? റിയൽ ആയിരിക്കും, അൺഈക്വൽ റൂട്ട്സ് ആയിരിക്കും, ബട്ട് ഇറാഷണൽ റൂട്ട്സ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് തേർഡ് കേസ്, ഇഫ് ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ റൂട്ട്സിന്റെ നാച്ചുറൽ എന്തായിരിക്കും? റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. രണ്ടും സെയിം വാല്യൂ ആയിരിക്കും. ഫോർത്ത് കേസ്, ഇഫ് ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ, അതായത് റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, റൂട്ട്സ് കോംപ്ലക്സ് നമ്പർ ഓർ ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും, ആൻഡ് അത് രണ്ടും അൺഈക്വൽ റൂട്ട്സ് ആയിരിക്കും. ഓക്കെ.